ശ്രീ പി അനിൽകുമാർ. നമ്മൾ ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലാണ്. ഇനി 14 ദിവസം മാത്രമാണ് ഈ സാമ്പത്തിക വർഷം തീരാനുള്ളത്. സാർ, നമുക്കറിയാം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി വീതം ചെലവഴിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കുന്ന ദിവസങ്ങളാണിത്. സാർ, എൻ്റെ ചോദ്യം, ഇപ്പോൾ തന്നെ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി വീതം ചെലവഴിച്ചുമായി ബന്ധപ്പെട്ട ശതമാനക്കണക്കെടുക്കുമ്പോൾ വളരെ കുറവാണ്. ഈ ദിവസങ്ങളിലാണ് അത് കൂടി വരേണ്ടത്. സാർ, ഈ ഒരു സന്ദർഭത്തിൽ ആവശ്യമായ പണം അവർക്ക് ലഭിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. സാർ, എൻ്റെ ചോദ്യം, ഇപ്പോൾ ട്രഷറിയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം നിലവിലുണ്ടോ? അങ്ങനെ നിലവിലുണ്ട് എത്ര പരിധി വരെയാണ് നിയന്ത്രണമുള്ളത്? ആ നിയന്ത്രണം ഈ ഒരു അവസാന ഘട്ടത്തിലെങ്കിലും നീക്കാനുള്ള എന്തെങ്കിലും നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും? യെസ് മിനിസ്റ്റർ. സാർ, സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് മാർച്ച് മാസത്തിലാണ് സാർ. ഈ മാർച്ച് മാസത്തിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ 73% അവരുടെ പേയ്മെൻറ്റ് വന്നിട്ടുണ്ട് എന്നാണ് കണക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പേയ്മെൻറ്റിൻ്റെ അകത്ത് കുറവ് വരില്ല, കഴിഞ്ഞ വർഷത്തേക്കാളും മെച്ചപ്പെട്ട തരത്തിലേക്ക് വരും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അതിന് സംശയമില്ല സാർ. അതുപോലെ ട്രഷറിയിൽ പൊതുവിൽ 25 ലക്ഷത്തിൻ്റെ ഒരു നിയന്ത്രണം, 25 ലക്ഷം രൂപയ്ക്ക് മേലുള്ള ചെക്കുകൾക്ക് ഒരു നിയന്ത്രണം നേരത്തെ തന്നെ ഉള്ളതുകൊണ്ട്, നേരത്തെ ഒരു ഘട്ടത്തിൽ 5 ലക്ഷം വരെയൊക്കെ ആക്കിയിരുന്നു ആദ്യത്തെ ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ. ആ കാര്യത്തിനകത്തുള്ള നിയന്ത്രണം ഉണ്ടെങ്കിലും BDS വഴി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സാധാരണ പേയ്മെൻറ്റുകൾക്ക് ഒന്നും തടസ്സം വരില്ല എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് സാർ. അത് നടക്കുന്നതാണ്. സ്പെൻഡിങ്ങിൻ്റെ കാര്യത്തിനകത്ത് ഈ പറഞ്ഞ പെർസെൻറ്റേജിലേക്ക് തന്നെ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.